ഇസ്രായേലിന്റെ കവചം പൊട്ടിക്കുന്ന ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുകയല്ല, ഇസ്രായേലിന്റെ മുന്നിൽ അമേരിക്കയും ഇസ്രായേലും ഉണ്ടാക്കി വെച്ച കവചങ്ങളാണ് ജോർദാനിലുള്ളത്. ജോർദാനിന്റെ 4ാമത്തെ എയർപോർട്ടിന് നേരെയും ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇത് ഏറ്റവും പ്രധാനമായി ഇത് അഖബ എന്നറിയപ്പെടുന്ന സ്ഥലത്തുള്ള ഇന്റർനാഷണൽ എയർപോർട്ടാണ്. നമുക്കറിയാം, 1ാമത് മോഫക് സൽത്തിയിൽ ആക്രമണം നടക്കുന്നു, അതുപോലെ മലിക് ഫൈസൽ എയർപോർട്ടിൽ നടക്കുന്നു, അതുപോലെ തന്നെ അമീർ ഹസൻ, ഇങ്ങനെ 3 എയർബേസുകളിൽ മുമ്പ് തന്നെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഇസ്രായേലിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബോർഡറിൽ നിൽക്കുന്ന അഖബ എന്ന സ്ഥലത്തുള്ള ഈ എയർപോർട്ടിന് നേരെ ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു. അമേരിക്ക ഇപ്പോൾ അവരുടെ ആളുകളോട്, അമേരിക്കക്കാരായ ആളുകളോടെല്ലാം അകലം പാലിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ഈലാത്ത് സീപോർട്ടുകളിലും ഇപ്പോൾ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. നമുക്കറിയാം, ഇറാൻ ഇപ്പോൾ ആക്രമണം നടത്തിയിട്ടുള്ളത് മോഫക് സെൽത്തി ആണെങ്കിലും അതുപോലെ തന്നെ മലിക് ഫൈസലൊക്കെ ഈ ഭാഗങ്ങളിലാണെങ്കിൽ ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ ഈ ഏറ്റവും ഈ ജോർദാനിന്റെയും ഇസ്രായേലിന്റെയും അവസാന അഗ്രത്തിൽ നിൽക്കുന്ന ചെങ്കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗത്താണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇവിടെയാണ് അഖബ എന്നറിയപ്പെടുന്ന ഭാഗം, ഇസ്രായേലും ജോർദാന്റെയും ബോർഡറാണ്. ഇവിടെയാണ് ഇപ്പോൾ ആക്രമണം നടത്തിയത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം സിറിയ, അതുപോലെ തന്നെ ജോർദാൻ, ഇറാഖ് തുടങ്ങിയ ഭാഗങ്ങളിലുള്ള അമേരിക്കയുടെ എല്ലാ കവചങ്ങളും, ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ആക്രമിക്കുകയാണ്. GCC രാഷ്ട്രങ്ങൾക്ക് നേരെ മാത്രം ആക്രമണം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഇറാന്റെ ആയുധങ്ങൾ നഷ്ടപ്പെടുന്നു, GCC രാഷ്ട്രങ്ങൾക്ക് ഗുരുതരമായ പരിക്കേൽക്കുന്നു. അതേസമയത്ത് ഇസ്രായേൽ സുരക്ഷിതമായി നിൽക്കുന്നുവെങ്കിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ ആക്രമണം വരാൻ പോകുന്നു എന്ന് 100% ഇറാൻ അറിയാം. എന്നാൽ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ ഇവിടെ ഒരു പ്രതിരോധ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇറാന്റെ മിസൈലുകളെ തടയുന്ന ഒരു സംവിധാനവും ഉണ്ടാകാൻ പാടില്ല എന്ന് ഇറാൻ കൃത്യമായി ഇപ്പോൾ ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അത്തരം ഒരു നിഗമനം പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ശരിവെക്കുന്ന ആക്രമണമാണ് ഇന്ന് അഖബയിൽ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ജോർദാനിൽ ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഓരോ പോയിന്റുകളെയും, അവിടെയുള്ള ഓരോ പാട്രിയറ്റ് താഡ് സിസ്റ്റങ്ങളെയും ഇറാൻ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ആക്രമണം ഇനിയും തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജോർദാൻ നേതാവ് പറഞ്ഞിരുന്നു, ജോർദാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു, അമേരിക്കയുടെ ഒരു ബേസും ജോർദാനിലില്ല. അതേസമയത്ത് അമേരിക്കയും ജോർദാനും തമ്മിൽ ചില കരാറുകളുള്ള, സഹകരിച്ച് പ്രവർത്തിക്കുന്ന എയർപോർട്ടുകൾ മാത്രമാണ് ഉള്ളത്. അമേരിക്കയുടെ എയർപോർട്ടില്ല. ഇറാൻ പറയുന്നത് ശരിയല്ല എന്നാണ് ജോർദാൻ പറഞ്ഞിരുന്നത്. എന്തായാലും ഇറാൻ അമേരിക്കയുമായി സഹകരിക്കുന്നതാണെങ്കിലും അല്ല എങ്കിലും ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രതിരോധ കവചങ്ങളും ജോർദാനിൽ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഇപ്പോഴത്തെ ഇറാന്റെ തീരുമാനം.